അങ്ങനെ ടൊവിനോ ചായൻ്റെയും ബേസിൽ ജോസഫിൻ്റെയും അതിരടി മൂവി കണ്ടു. വേറെ ലെവൽ എന്ന് എന്നെ പറയേണ്ടി വരും. പള്ളിച്ചട്ടമ്പിക്ക് ശേഷം ഇങ്ങനെ ഒരു കംബാക്ക് തന്നെയാണ് പറയേണ്ടി വരും. പക്ഷേ ഇങ്ങനെ നടനല്ല, വില്ലനാണ്. ബേസിൽ ജോസ് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റാണ്, ക്യൂട്ട്നെസ് മെഴുകി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ റിയ, അയ്യോ സർവമയത്തിൽ അതേ അഭിനയം. പിന്നെ പാട്ടം വേറെ ലെവലാട്ടോ, ഒന്നും പറയില്ല. അജഗജാന്തരം, തല്ലുമാല, ഇതൊന്നല്ല, ഇത് വേറെ. ഇത് സംഗതി എന്താ പറഞ്ഞാൽ, ബേസിൽ ജോസിൻ്റെ ഏട്ടനും ദർശന രാജേന്ദ്രനും സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവൽ നടത്തണം ഒരു കോളേജിൽ. അപ്പം അത് നടത്താൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എന്താ പറഞ്ഞാൽ, ഒരു ഉന്തും തള്ളിലും ദർശന രാജേന്ദ്രൻ വട്ടിയാവും. അപ്പം അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ അനിയൻ്റെ എൻട്രി, ബേസിൽ ജോസിൻ്റെ എൻട്രി. അപ്പോൾ ബേസിൽ ജോസ് സീനിയേഴ്സിൻ്റെ അടിയൊക്കെ വാങ്ങും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 3 വർഷം കഴിയുമ്പോഴത്തേക്കും ആ ഫെസ്റ്റിവൽ നടത്തണം. പക്ഷേ അവിടുത്തെ എന്താ പറയുക, ഹെഡ്മാഷനും അവർക്കൊന്നും സമ്മതമല്ല ഈ ഫെസ്റ്റിവൽ നടത്താൻ. 3 പേര് മരിച്ചിട്ടുണ്ട്, ദർശന രാജേന്ദ്രൻ അടക്കം 3 പേര് മരിച്ച്. അപ്പോൾ അതങ്ങനെ ബേസിൽ ജോസ് നടത്തും. പക്ഷേ സിംഗറായിട്ട് വിനീത് ശ്രീനിവാസനെയാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ മുന്നേ പിന്നെ ഇവർ റോഡ് ഷോയിൽ കുറേ വണ്ടീൻ്റെയും ഇതൊക്കെ കുറേ പരിപാടികളുണ്ടാവും. അപ്പം നമ്മളെ ഗുണ്ട ടൊവിനോ ചായൻ ഗുണ്ട എന്തായിരിക്കും, പുള്ളി നല്ല ശാന്തതയിൽ ഫാമിലി ആയിട്ടൊക്കെ പോയിരിക്കും. പുള്ളീനെ ഫ്ലാഷ് ബാക്ക് ഒന്നും കാണിക്കില്ല. പക്ഷേ റോഡിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു കിണ്ണം കാച്ചി ഫൈറ്റ്. അത് ഒരു 1.5. പിന്നെ ബേസിൽ ജോസും ടൊവിനോ ചായനും തമ്മിലുള്ള അങ്ങോട്ടുള്ള ഒരു ഈഗോ ക്ലാഷും ഫൈറ്റും കാര്യങ്ങളുണ്ട്. അങ്ങനെ ബേസിൽ ജോസ് വിനീത് ശ്രീനിവാസനെ കൊണ്ടുവരുന്ന കോളേജിൽ പറഞ്ഞ്, അപ്പം കോളേജിലേക്ക് എല്ലാവരോടും സമ്മതിച്ച് ഫണ്ടൊക്കെ റെഡിയാക്കി ബേസിൽ ജോസ് വിനീത് ശ്രീനിവാസനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ടൊവിനോ ചായൻ കാർ എടുത്തിട്ട് നേരെ പൊക്കും, കിഡ്നാപ്പ് ചെയ്യും. അങ്ങനെ പിന്നെ അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ വിനീത് ശ്രീനിവാസനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബേസിൽ ജോസഫ് വേറെ ടീമൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ലാസ്റ്റ് അവിടെയുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും കുറേ ഉണ്ട്. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റും. ഇത് നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റായിട്ട് കാണണം. എന്തായാലും വേറെ ലെവലാണ്. ടൊവിനോ ചായ അഴിഞ്ഞാടി എന്ന് പറയേണ്ടി വരും. ബേസിൽ ജോസഫ് കുഴപ്പമില്ല, എന്നാലും പുള്ളി ഒരു ജനപ്രിയ നായകനാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബേസിൽ ജോസഫിൻ്റെ കോമഡിയൊക്കെ, ഒരു ദിലീപിൻ്റെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിലീപിൻ്റെ പണ്ടത്തെ മഴത്തുള്ളി കിടക്കും, അങ്ങനത്തെ കുറേ ശൈലിയിലായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ റിയ കുഴപ്പമില്ല. ആ സർവമയത്തിലെ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങൾ തന്നെ. വേണമെങ്കിൽ വേറെ നടിമാരെ കാസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ആഷിർ വരുന്നുണ്ട്. ആഷിർ മോനെ എത്തി, ചെക്കൻ അഴിഞ്ഞാടി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു രക്ഷയിൽ ചെറിയൊരു റോളുള്ളൂ. BMW ഓടിച്ച് പോകുന്നൊരു റോളാണ്. വിനീത് ശ്രീനിവാസനും ബേസിലിനെ സേഫ് ആക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പെട്രോളൊക്കെ തീരും. അപ്പോൾ എന്നെ പെട്രോൾ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ആഷിർ അങ്ങോട്ട് പോകും. അതോടെ ആഷിറിൻ്റെ സീൻ കഴിഞ്ഞ് പിന്നെ കോളേജിൽ നിന്ന് ഉള്ള ഫൈറ്റും കാര്യങ്ങളും ലാസ്റ്റ് വേറെ ലെവൽ. ഒന്നും പറയില്ല. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റായിട്ട് ഇത് കാണണം. വേറെ ഒന്നും പറയില്ല. ടൊവിനോ ചായൻ്റെ 2ാമത്തെ തിരിച്ചുവരാണ് അതിരടി സിനിമ. വേറെ ഒന്നും പറയില്ല. അത് കോളേജ് സ്റ്റുഡൻസിന് കാണാൻ പറ്റിയ പടമാണ്. കോളേജ് സ്റ്റുഡൻസിന് ഞാൻ ഒന്നുകൂടി പോയി കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ കോളേജിലൊന്നും പോയിട്ടില്ല, പക്ഷേ എനിക്ക് അതിൻ്റേതായ ഒരു രീതി ഇഷ്ടപ്പെട്ട്, ശൈലിയും കാര്യങ്ങളും. ഒന്നും പറയില്ല, തീ പടം. അപ്പം 10ൽ നമുക്ക് 10 തന്നെ കൊടുക്കാം. പിന്നെന്താ പറഞ്ഞാൽ, നാളെ നമ്മുടെ സൂര്യണ്ണൻ്റെ കറുപ്പുണ്ട്, അതും കാണും. കണ്ടിട്ട് അഭിപ്രായം പറയും. സൂര്യണ്ണൻ്റെ അൾട്രാ വയലൻസ് പോകുമ്പോഴാണോ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കണ്ടിട്ട് അഭിപ്രായം. എന്തായാലും എൻ്റെ വിജയണ്ണം ചെയ്യേണ്ട പടമായിരുന്നു. സൂര്യണ്ണൻ എങ്ങനെയുണ്ട്, ആ മാസമാണോ ക്ലാസ്സാണോ ഒക്കെ നോക്കാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റായിട്ട് പോവുക. OTTയിൽ കാണരുത്, തിയേറ്ററിൽ മസ്റ്റായിട്ട് പോയി കാണണം. അപ്പോൾ വേറെ ലെവൽ പടം.